ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ മനോഹരമായിട്ടുള്ളൊരു പുൽക്കൂട് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി കുറച്ച് കാർഡ്ബോർഡിൻ്റെ ബോക്സുകൾ എടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പെട്ടികൾ എടുത്താൽ മതി. നമ്മളൊരു 4 പെട്ടിയാണ് എടുത്തത് കേട്ടോ. വലിയ പെട്ടി നടുക്ക് വെച്ചു, അതുപോലെ അപ്പുറം ഇപ്പുറം 2 ചെറിയ പെട്ടികൾ വെച്ചു, മുകളിലും ചെറിയൊരു പെട്ടി വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ പെട്ടിയുടെ സൈസും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒരു വീട് പോലെയോ അല്ലെങ്കിൽ ഒരു ചരിഞ്ഞ പ്രതലം പോലെയോ മുകൾ ഭാഗം കൊടുക്കുക. എന്നിട്ട് ഈ പെട്ടികളെല്ലാം ജോയിൻ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഭാഗങ്ങളിൽ ഡോറുകളും അതുപോലെ സൈഡിലൊക്കെ ജനാലകളൊക്കെ നമുക്ക് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ മാക്സിമം കൊടുക്കുക. കാരണം നമുക്ക് അകത്തേക്ക് ഒരു വ്യൂ കിട്ടാനാണ്. അതിനുശേഷം സെല്ലോ ടോപ്പ് ഇട്ട് ഒട്ടിച്ച് കൊടുക്കണം. സെല്ലോ ടോപ്പ് ഇട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്നത് കണ്ടോ. അതായത് നമുക്ക് സെല്ലോ ടോപ്പിൻ്റെ പുറത്ത് പെയിൻറ്റ് അടിക്കാൻ പറ്റില്ല, പെയിൻറ്റ് അത്ര ഫിനിഷിംഗ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെയിൻറ്റ് അടിക്കാനും നമുക്ക് എളുപ്പമായിരിക്കും, അതുപോലെ ഫിനിഷിങ്ങും കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഫ്രണ്ടിലും സൈഡിലും മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. ടോപ്പിലും ബാക്കിലും നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല റെഡ് കളറുള്ള പെയിൻ്റാണ് നമ്മൾ അടിക്കുന്നത്. കാര്യം ഒരു ഇഷ്ടിക വെച്ച് പണിത വീട് പോലെ തോന്നാൻ വേണ്ടിയുള്ളൊരു സ്ട്രക്ചറിന് വേണ്ടിയാണ്. നിങ്ങളെടുത്തിരിക്കുന്ന പെട്ടിയുടെ സൈസും ഷേപ്പൊക്കെ അനുസരിച്ച് പുൽക്കൂടിൻ്റെ ഷേപ്പൊക്കെ മൊത്തത്തിൽ മാറാൻ സാധ്യതയുണ്ട്. അതൊന്നും വിഷയമുള്ള കേസല്ല കേട്ടോ. നമുക്ക് 3-4 പെട്ടികൾ ഇതുപോലെ ഒരു ഫ്രെയിമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട് പോലെ തോന്നുന്നതാണ്. പിന്നെ എല്ലാ വാതിലുകളുടെയും ജനാലകളുടെയും ബോർഡറുകളിൽ ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ച് ഒരു ബോർഡർ കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ടോപ്പ് ടു ബോട്ടം നമ്മൾ ഇത് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്, ഇഷ്ടിക പോലെ തോന്നാൻ വേണ്ടി. ശേഷം ക്രോസ് സെക്ഷൻ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇഷ്ടിക വെച്ച് പണിത വീട് പോലെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി മേൽക്കൂരയിൽ നമ്മൾ കാർഡ്ബോർഡ് പെട്ടിയുടെ തന്നെ ഭാഗങ്ങൾ കീറിയിട്ട് ഒട്ടിക്കുകയാണ്. അതായത് ഒരു ഷീറ്റ് ഇട്ട പോലെയൊക്കെ തോന്നാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളറും ഗ്രീൻ കളറും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് പായൽ പിടിച്ച പോലെയും അഴുക്ക് പിടിച്ച പോലെയും തോന്നാൻ വേണ്ടി. പിന്നെ നമ്മൾ കുറച്ച് പഞ്ഞി ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് വേറെ ഒന്നുമില്ല, മഞ്ഞ് വീണ പോലത്തെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പഞ്ഞി ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഗ്ലൂ ഗണ്ണാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. സാധാരണ ഫെവിക്കോൾ ഇട്ട് ഒട്ടിച്ചാലും മതി, സംഭവം അവിടെ നിന്ന് നമ്മുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മൾ പെട്ടി നമ്മുടെ പുൽക്കൂട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ടേബിളൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പുൽക്കൂട് എടുത്തുകൊണ്ട് പോയി വെക്കാൻ പോകണം. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സീരിയസ് സെറ്റൊക്കെ പുറകിൽ കുറച്ച് ചെടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വട്ടം കിടക്കുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ പുൽക്കൂട് അവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. മണ്ണിട്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ കുറച്ച് ചെടികളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് പുൽക്കൂട് പ്ലേസ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലെ മണ്ണിൽ നമ്മൾ ഇതിന് ശേഷം പുൽക്കൂട്ടിൽ നിന്നൊരു വഴി പോലെയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പുല്ലും പിന്നെ കുറച്ച് കല്ലുകൾ ഉപയോഗിച്ച് വഴി പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അത്യാവശ്യം മനോഹരമായിട്ടുണ്ട്. ഇനി നമ്മൾ രൂപങ്ങൾ വെക്കാൻ പോകണം. നമ്മുടെ ആട്ടിടയന്മാർ, രാജാക്കന്മാർ, ഔസപിതാവ്, മാലാക, മാതാവ്, ഉണ്ണേശു, അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പുൽക്കൂട്. പിന്നെ പെട്ടിയുടെ ഉള്ളിലൊക്കെ നമ്മൾ സീഡ് സെറ്റൊക്കെ ഓടിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, സമയം അത്രയും കളയണ്ടല്ലോ എന്നോർത്ത് കാണിക്കാനാണ്. നമ്മുടെ ഐഡിയ പ്രകാരം സീഡ് സെറ്റ് എങ്ങനെ വേണമെങ്കിലും ഉള്ളിലൊക്കെ കൊടുക്കാം. ഉള്ളിലൊക്കെ സീഡ് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിലും നല്ല പ്രകാശം ഉണ്ടാവും. നമ്മുടെ സൈഡിലെ ബോക്സിലൊക്കെ ആടിനെയും പശുവിനെയൊക്കെ നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗവും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഒരു വൈബ് ഇടണമെങ്കിൽ രാത്രി ആകുമ്പോൾ ഉണ്ടോ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ കിടക്കാൻ വൈബാണ്. നമ്മുടെ വീട്ടിലൊരു ഫാമിലി ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു, അതിനുകൊണ്ട് വേണ്ടിയാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തത് കേട്ടോ. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ അവസ്ഥ. ഇതാണ് നല്ല ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായിട്ടുണ്ട്. വണ്ടർഫുൾ പുൽക്കൂട് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഇന്ന് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു നോക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.